BHI 143 അഗ്രേറിയൻ അർബനൈസേഷൻ ഏൻഷ്യന്റ് ഇന്ത്യയില് എപ്രകാരമായിരുന്നു ജനങ്ങളുടെ സൊസൈറ്റിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ചുള്ള ഭാഗം പാർട്ട് 3 ആയിട്ട് നമ്മൾ തുടർന്ന് ഡിസ്കസ് ചെയ്യാണ്. കൗഡില്യൻ പറയുന്നു അങ്ങനെ ഇൻഡസ് വാലിയില് ആദ്യം ഒന്നാം അർബനൈസേഷൻ ഉണ്ടായി. രണ്ടാം അർബനൈസേഷൻ ഉണ്ടായത് ഗാഞ്ചറ്റിക് വാലിയിലാണ്. ഈ ഗാഞ്ചറ്റിക് വാലിയില് നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടായി. ഈ ഗാഞ്ചറ്റിക് വാലിയില് തീർച്ചയായിട്ടും ഒരുപാട് കാർഷിക പുരോഗതി ഉണ്ടായി. ഇരുമ്പിന്റെ കണ്ടുപിടുത്തം അതിനെ സഹായിച്ചു. ഫെർട്ടൈൽ ലാൻഡ് അവരെ സഹായിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ചാണക്യൻ തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് വെറ്റ് ക്രോപ്സ്, വിന്റർ ക്രോപ്സ്, സമ്മർ ക്രോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹി റെക്കമെൻഡ്സ് സിതാധ്യക്ഷ ടു ഗ്രോ ദം ഡിപ്പെൻഡിങ് ഓൺ അവൈലബിലിറ്റി ഓഫ് വാട്ടർ. സിതാധ്യക്ഷൻ എന്ന് പറയുന്ന ആള് അത് മൗര്യ കാലഘട്ടത്തിലെ അറിവാണ്. കാരണം ചാണക്യൻ എന്ന് പറയുന്ന ആള് മൗര്യ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ടിരുന്ന വ്യക്തിയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കാണുന്ന അറിവുകൾ മൗര്യ കാലഘട്ടത്തിലെ അറിവുകളാണെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു രാജാവിന് നേരിട്ട് വരുമാനം ഉണ്ടാവുന്ന കൃഷിഭൂമി, അതിനെ സിത എന്നാണ് വിളിച്ചിരുന്നത്. ആ സിത നോക്കി നടത്താൻ വേണ്ടി സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, സിതാധ്യക്ഷൻ. സിതാധ്യക്ഷൻ തീർച്ചയായിട്ടും അവിടുത്തെ വെള്ളത്തിന്റെ ജലസേചന ലഭ്യതയെ അന്വേഷിക്കുമായിരുന്നു. എന്നിട്ട് അതിനനുസരിച്ച് ഏത് കൃഷി എവിടെ നടണം വേണ്ട എന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള നല്ല ഇനം വിത്തുകൾ ശേഖരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം, ജോലിക്കാരെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം, കൃഷി ഒട്ടും വൈകാതെ മടി കൂടാതെ കൃഷി നടത്തിയെടുക്കേണ്ടതിന്റെ ഒട്ടും ഡിലേ ഇല്ലാതെ നടത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഒക്കെ അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ state through its officials was actively engaged in acquiring detailed information. രാഷ്ട്രം തീർച്ചയായിട്ടും അതിന്റെ ഉദ്യോഗസ്ഥന്മാരിലൂടെ നിരന്തരമായിട്ട് സജീവമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാർഷിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. We observe greater control of state over natural resources. പ്രകൃതി വിഭവങ്ങളുടെ മേലെ അത് പാഴായി പോകാതെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യപുരോഗതിക്ക് അത് എങ്ങനെ പരമാവധി ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രം അന്നത്തെ കാലത്ത് മൗര്യ കാലഘട്ടത്തില് BC കാലഘട്ടത്തില് വലിയ നിയന്ത്രണം ഈ പ്രകൃതി വിഭവങ്ങളുടെ മേല് നടത്തിയിരുന്നു. നാച്ചുറൽ റിസോഴ്സസിന്റെ മേൽ നടത്തിയിരുന്ന ഒരു കാലത്തെ കുറിച്ച് കൗഡില്യന്റെ ഈ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. കൗഡില്യൻ എന്ന് പറഞ്ഞ ചാണക്യനാണ്. കൗഡില്യ മെൻഷൻസ് ദാറ്റ് ഗോപാസ് ഓർ വില്ലേജ് അക്കൗണ്ടൻസ്, ഗോപന്മാരെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ച് കൗഡില്യൻ തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കൗഡില്യൻ അഥവാ ചാണക്യൻ എഴുതിയ പുസ്തകത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അർത്ഥശാസ്ത്രമാണ്. അർത്ഥശാസ്ത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഗോപന്മാർ അഥവാ ഗ്രാമീണ അക്കൗണ്ടന്റുമാരാണ്. ഗവൺമെന്റിന് വരുമാനത്തിന്റെ കണക്ക് എഴുതി സൂക്ഷിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഗോപന്മാരെന്ന് പറയുന്നത്. ഗോപാസ് were allotted the task of maintaining accounts of 5 or 10 villages and register. 5 or 10 ഗ്രാമങ്ങളുടെ കണക്കുകൾ എഴുതി തയ്യാറാക്കി സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന്റെ രജിസ്റ്ററും സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ ഗോപ എന്ന് പറയുന്ന ആൾക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃഷിഭൂമി ഏതാണ്, അതായത് കൃഷ്ട എന്നാണ് കൃഷിഭൂമി എന്ന് വിളിച്ചിരുന്നത്, കൾട്ടിവേറ്റഡ് ലാൻഡ്. അതുപോലെ തന്നെ അൺകൾട്ടിവേറ്റഡ് ലാൻഡിനെ അകൃഷ്ട എന്ന് വിളിക്കും. അൺകൾട്ടിവേറ്റഡ് ലാൻഡ് ഏതാണ് എന്നുള്ളതിന്റെ കണക്ക് ഗോപന്മാർ എഴുതി സൂക്ഷിക്കണം. അതുപോലെ തന്നെ പ്ലെയിൻസ്, ഗാർഡൻസ്, വെറ്റ്ലാൻഡ്സ്, അതായത് സമതലങ്ങള്, പൂന്തോട്ടങ്ങള്, ഈർപ്പമുള്ള ജലം നിറഞ്ഞ പ്രദേശങ്ങൾ എവിടെയാണ് എന്നതിന്റെ കണക്കും ഗോപന്മാരുടെ കയ്യിലുണ്ടാകണം. വെജിറ്റബിൾ ഗാർഡൻസ്, പച്ചക്കറി തോട്ടങ്ങള്, അതുപോലെ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നവ, വനഭൂമി, ജലസേചന പ്രവർത്തനങ്ങള്, സേതുബന്ധാസ് എന്നാണ് പറയുന്നത്, അണക്കെട്ടുകൾ, ഡാമുകൾ പോലുള്ള കാര്യങ്ങളാണ്. ഇതിന്റെയൊക്കെ കണക്കുകൾ ഗോപന്മാരുടെ കയ്യിലുണ്ടായിരിക്കണം, വില്ലേജ് അക്കൗണ്ടന്റുമാരുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ പാസ്ചർ ഗ്രൗണ്ട്സ്, എന്താണ് പാസ്ചർ ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൽമേടുകള്, അതായത് കന്നുകാലികൾക്ക് മേയാനുള്ള ബേച്ചിൽപ്പുറങ്ങൾ എവിടെയാണ് എന്നതിന്റെ കണക്കും ഗോപന്മാരുടെ കയ്യിലുണ്ടായിരിക്കണം. റോഡുകൾ എവിടെയൊക്കെ ഏതൊക്കെ റോഡുകളുണ്ട് എന്നതിന്റെ കണക്കും, പ്രധാന വീതിയും ചെറിയ ഗ്രാമീണ പാതയും ഇവയുടെ ഒക്കെ കണക്കുകൾ ഗോപന്മാരുടെ എന്ന് പറയുന്ന ആ വില്ലേജ് അക്കൗണ്ടന്റുമാരുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത് മൗര്യ രാജവംശത്തിന്റെ ഭരണകാലഘട്ടത്തിലെ പ്രത്യേകതയായിട്ട് കൗഡില്യന്റെ പുസ്തകത്തിൽ നിന്ന് അർത്ഥശാസ്ത്രത്തിൽ നമുക്ക് മനസ്സിലാവുന്ന വിവരങ്ങളാണ്. Such records kept enabled the state to keep informed about resources and its territory. രാജ്യത്തിന്റെ വിഭവങ്ങൾ എന്തൊക്കെയാണ്, രാജ്യത്തിന്റെ അതിർത്തികൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് അപ്പോൾ രാജാവിന് അഥവാ ഗവൺമെന്റിന്, ഭരണകൂടത്തിന് അറിവ് നേടി ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനങ്ങളായിരുന്നു ഇവയൊക്കെ, ഇത്തരം വിവരണങ്ങൾ എന്ന് പറയാം. ഇൻ പോസ്റ്റ് മൗര്യൻ പീരീഡ്, ഇനി മൗര്യ കാലഘട്ടത്തിന് ശേഷമുള്ള കാലത്തെ കാര്യം പറയുകയാണ്. അതാണ് പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറഞ്ഞാൽ. പോസ്റ്റ് എന്ന് പറഞ്ഞ ശേഷം, പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് വെച്ചാൽ മൗര്യന്മാർക്ക് ശേഷമുള്ള കാലഘട്ടത്തില് മിഡിൽ ഗാഞ്ചറ്റിക് പ്ലെയിനില് വാസ് സോ ക്ലിയർഡ് ഓഫ് ഫോറസ്റ്റ് വിത്ത് യൂസ് ഓഫ് അയൺ. ഇരുമ്പ് നന്നായി ഉപയോഗിക്കാനായിട്ട് മനുഷ്യർ പഠിച്ചു. അപ്പോൾ ഒരുപാട് വനഭൂമികൾ കാര്യമായി വെട്ടിത്തെളിച്ചു.
so that the rich fertile alluvial soil of the region could be cultivated. അപ്പോൾ ആ ഫലഭൂയിഷ്ടമായിട്ടുള്ള ആ എക്കൽ മണ്ണ് നിറഞ്ഞ ആ ഭൂമിയിൽ നന്നായി കൃഷി ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഗംഗാ സമതലത്തില്. ഇനി since the expansion of agricultural lands meant more state revenue, അങ്ങനെ കൃഷിഭൂമി വ്യാപകമായി വന്നപ്പോഴത്തേക്കും ഗവൺമെന്റിന് ഒരുപാട് വരുമാനം ഉണ്ടാകാൻ തുടങ്ങി. കാരണം രാജാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഭൂമിയാണല്ലോ സിത എന്നറിയപ്പെടുന്നത്. നോക്കി നടത്താൻ സിതാധ്യക്ഷന്മാരും ആ വില്ലേജിലെ ഓരോന്നിന്റെയും കണക്കുകൾ എഴുതി സൂക്ഷിക്കാൻ ഗോപന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ആ നല്ലൊരു കാലഘട്ടമാണ്. ഭരണത്തിന്റെ മികവ് കൊണ്ട് പ്രകൃതി വിഭവങ്ങളെയും ഭൂമിയെയും പരമാവധി പ്രയോജനപ്പെടുത്താൻ രാഷ്ട്രം ശ്രമിച്ച കാലഘട്ടം. Therefore, it received much support from the state. അത്തരം കാര്യങ്ങൾക്ക് ഗവൺമെന്റിന് വലിയ പിന്തുണ നൽകാനും കഴിഞ്ഞു എന്നർത്ഥം. Expansion of human settlements and agricultural fields. അതടുത്തത് മനുഷ്യന്റെ ആ താമസ സ്ഥലങ്ങൾ, ആവാസ കേന്ദ്രങ്ങൾ ഒരുപാട് പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അഗ്രികൾച്ചറൽ ഫീൽഡ്സ് എന്ന് വെച്ചാൽ കാർഷിക ഭൂമികളാണ്. occurred at the cost of encroachment on forest. വനത്തിന്മേല് അതിക്രമിച്ച് കടക്കുകയാണ്. ബിക്കോസ് ആസ് വി റീഡ് ഏർലിയർ, കാരണം കൃഷി ഒരു പരിധി കഴിഞ്ഞ് ജനസംഖ്യ കൂടുകയും കൃഷി കൂടുതലായി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തപ്പോഴൊക്കെ വനങ്ങൾ വെട്ടിത്തെളിക്കുകയാണ്. അപ്പോൾ വനത്തിന്മേലേക്കുള്ള കടന്നുകയറ്റം, എൻക്രോച്ച്മെന്റ് വരികയാണ്. ഇപ്പോൾ ഫോറസ്റ്റ് വേർ ദ സോഴ്സ് ഓഫ് ടിമ്പർ. എന്തിനൊക്കെ വേണ്ടിയാണ് വനം വെട്ടിത്തെളിച്ചതെന്നുള്ളത് കൃഷി ചെയ്യാൻ മാത്രമല്ല കേട്ടോ. ടിമ്പർ എന്ന് പറഞ്ഞ തടിയാണ്, തടിയുടെ ഉറവിടമായിട്ട്. കാരണം വലിയ നിർമ്മിതികൾ, കൊട്ടാരങ്ങളുടെയൊക്കെ നിർമ്മിതികൾക്കൊക്കെ വലിയ തടി ആവശ്യമായിരുന്നു. അപ്പോ അതിനുവേണ്ടിയും ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ, വീടിന്റെ നിർമ്മാണം, ഫോർ സ്മെൽറ്റിംഗ് മെറ്റാലിക് മിനറൽസ്, എന്തിനധികം ലോഹ ധാതുക്കള് മണ്ണിനടിയിൽ നിന്ന് എടുത്താൽ അത് ഒത്തിരി ഡിഗ്രി ചൂടാക്കിയാൽ മാത്രമാണ് അത് ഉരുകി കിട്ടുകയുള്ളൂ. അപ്പോൾ മെറ്റാലിക് മിനറലുകളായിട്ടുള്ള ഇരുമ്പ് അടക്കമുള്ള സാധനങ്ങൾ ഉരുക്കിയെടുക്കണമെങ്കിൽ വൻതോതിൽ കത്തിക്കണം. വലിയ ചൂടിൽ മാത്രമാണ് ഇത്തരത്തിൽ ലോഹങ്ങൾ ഉരുകയുള്ളൂ. അങ്ങനെ ലോഹങ്ങൾ ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തടി വെട്ടിയെടുക്കേണ്ടി വന്നു. എക്സെട്രാ ലീഡിങ് ടു ഡിഫോറസ്റ്റേഷൻ. ഇതൊക്കെ വനനശീകരണത്തിലേക്ക് നയിച്ചു മൗര്യ കാലഘട്ടത്തിന് ശേഷമുള്ള ആ കാലഘട്ടത്തിൽ, അതായത് പോസ്റ്റ് മൗര്യൻ പീരീഡിൽ. സം ഹിസ്റ്റോറിയൻസ് ബിലീവ് ദാറ്റ് സച്ച് ആന്ത്രപ്പോജനിക് ആക്ടിവിറ്റീസ്, അങ്ങനെ മനുഷ്യൻ ചെയ്ത ചില പ്രവർത്തനങ്ങൾ, ആന്ത്രപ്പോ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണല്ലോ, അത്തരത്തിലുള്ള ആന്ത്രപ്പോജനിക് ആക്ടിവിറ്റീസ് ഇക്കോളജിക്കൽ ഇംബാലൻസിന് കാരണമായി എന്ന് ചില ചരിത്രകാരന്മാര് വാദിക്കുന്നുണ്ട് അഥവാ വിശ്വസിക്കുന്നുണ്ട്. ഇനി സൗത്ത് ഇന്ത്യയിലെയും കൂടി അർബനൈസേഷൻ പറഞ്ഞാലാണ് നമ്മുടെ എസ് എ പൂർണ്ണമാവുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ ഈ നോർത്ത് ഇന്ത്യയിലെ കാര്യമാണ്. മൗര്യന്മാരൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇന്ത്യയുടെ തെക്കേ ഇന്ത്യയിൽ ഇതേ സമയത്ത് അവിടെയും ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാർഷിക പ്രവർത്തനങ്ങൾ, അഗ്രേറിയൻ ചേഞ്ചസ്. എന്തൊക്കെയാണ്? കാവേരിയാണ് പ്രധാനപ്പെട്ട നദിയായിട്ട് കാർഷിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി വർദ്ധിച്ചത്. ഇറ്റ് സീംസ് ദാറ്റ് കാവേരി വാലി വാസ് സെറ്റിൽഡ് ബൈ അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റീസ് ഓൺലി ഇൻ ദ ബിഗിനിങ് ഓഫ് അയൺ ഏജ്. ഇരുമ്പ് യുഗത്തിന്റെ ആ തുടക്കത്തിൽ മാത്രമാണ് അവിടെയൊക്കെ കാർഷിക സമുദായങ്ങൾ സ്ഥിരതാമസം ഉറപ്പിച്ചത് കാവേരി തീരത്ത്. In early historic period, there was significant rise in the settlements and advent of Sangam age. Early historic period അവിടെ ഗണ്യമായ വർധനമുണ്ടായിരുന്നു എന്ന് പറയാം മനുഷ്യന്റെ താമസ സ്ഥലങ്ങളുടെയും മറ്റും കാര്യത്തില്. അഡ്വന്റ് ഓഫ് സംഗം ഏജ്. ഫ്രം തമിഴ് സംഘം ലിറ്ററേച്ചർ, തമിഴ് സംഘം സാഹിത്യത്തിൽ നിന്ന് we come to know that, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതാണ്, തമിഴകം was divided into 5 ഫിസിയോളജിക്കൽ ഡിവിഷൻ. തമിഴകം എന്ന് പറയുന്ന 5 ഭൂമിശാസ്ത്ര പ്രദേശമായ വിഭാഗങ്ങളായി തിരിച്ചിരുന്നതായിട്ട്. ദീസ് were called ഐന്തിണായ്. ഈ 5 വിഭാഗങ്ങളെ, ഭൂമിയുടെ 5 തരംതിരിവുകളെ ഐന്തിണായ് എന്ന വാക്ക്, തമിഴ് വാക്ക് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഐന്തിണായ് എന്ന് പറഞ്ഞാൽ, തിണ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. 5 തരം തിണകൾ, 5 തരം ഭൂമികൾ. ഈച്ച് തിണ ഹാഡ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ക്ലൈമറ്റ്. ഓരോ തിണയ്ക്കും അതിൻ്റെതായ തനത് കാലാവസ്ഥയുണ്ടായിരുന്നു, ഫ്ലോറയുണ്ടായിരുന്നു. സസ്യജാലത്തെയാണ് ഫ്ലോറ എന്ന് പറയാ. ആൻഡ് ഫോണയുണ്ടായിരുന്നു, ജീവജാലത്തെ, ജന്തുജാലത്തെയാണ് ഫോണ എന്ന് പറയാ. അപ്പോൾ ക്ലൈമറ്റും സസ്യജന്തുജാലവും ഓരോ തിണയ്ക്കും വ്യത്യസ്തമായിരുന്നു. ബേസ്ഡ് ഓൺ വിച്ച്, അതിന്റെ അടിസ്ഥാനത്തിൽ വാസ് ദ ഒക്യുപ്പേഷൻ ഓഫ് ദ സെറ്റിലേഴ്സ് ഓഫ് തിണൈ ഡിപ്പോസിറ്റ് ഡിറ്റർമൈൻഡ്. ആ തിണയിലെ താമസക്കാരുടെ തൊഴിൽ തീരുമാനിക്കുന്നത് അവിടുത്തെ കാലാവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ച്, അവിടുത്തെ മണ്ണ് എന്താണെന്നുള്ളതിനെ കുറിച്ച്, അവിടെ ഏതേത് തരത്തിലുള്ള സസ്യജന്തുജാലങ്ങളിലാണ് വളരുക എന്നതിനെ ആശ്രയിച്ചുമാണ് അവരുടെ തൊഴിൽ നിശ്ചയിക്കപ്പെടുക. അതായത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, their occupations, അവരുടെ തൊഴിൽ, അവരുടെ ഡയറ്റീസ്, അവരുടെ ആരാധനാമൂർത്തികൾ എല്ലാം തന്നെ ഔട്ട്കം ഓഫ് ദ എൻവയോൺമെന്റ്, പരിസ്ഥിതിയുടെ ഫലമായിട്ട് രൂപപ്പെട്ടു എന്നാണ്. they were dwelling in, അവർ താമസിച്ചു വന്ന ഇടങ്ങളിലെ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് അവരുടെ ദൈവങ്ങൾ ഉണ്ടായത്. മരുതം എന്ന് പറയുന്നത് ഒരു തിണയാണ്. ആ മരുതം എന്ന് പറയുന്നത് ചെളി നിറഞ്ഞ കൃഷിസ്ഥലങ്ങൾക്ക് പറ്റിയ മണ്ണാണ്. റിവർ വാലിയാണ്, പ്രത്യേകിച്ചും നദീതടങ്ങളാണ്. വെള്ളം ധാരാളം ആവശ്യമുള്ള നെല്ല് പോലുള്ള വിളകളൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മരുതം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീജിയണൽ ഇക്കോളജി, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക പരിസ്ഥിതി മേഖല മരുതമായിരുന്നു. ഇനി ഈ മരുതത്തിലെ
ആണ് നെൽകൃഷി പോലുള്ള കാര്യങ്ങളൊക്കെ വരിക. റിവർ ലൈൻ ഡെൽറ്റയുടെ അരികിലാണ്, നദീതടങ്ങൾക്കരിയിലാണ് കൃഷിയൊക്കെ ധാരാളമായി നടക്കുക. ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ടഡ് അഗ്രികൾച്ചറൽ ലാൻഡ്സ് വിത്ത് മീൻസ് ഓഫ് എ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ. പ്രകൃതിദത്തമായ ജലസേചന വഴികളിലൂടെയോ കൃത്രിമമായ ജലസേചന വഴികളിലൂടെയോ പാഡി കൾട്ടിവേഷൻ വാസ് എൻകറേജ്. അവിടെയൊക്കെ നെൽകൃഷിനെയാണ് പാഡി കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. ബോത്ത് നെയ്തൽ, അതുപോലെ തന്നെ വേറൊരു തിണയുടെ പേരാണ് നെയ്തൽ. നെയ്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കായലോരമാണ്. കായലോരത്ത് മീൻപിടുത്തക്കാരാണ്, മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് അവിടെ താമസിക്കുക. അവരുടെ തൊഴില് അതാകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അവരുടെ ദൈവങ്ങളും അവരുടെ ജീവിത രീതിയും ഒക്കെ വ്യത്യാസപ്പെടും. മരുതം, തിണ ആൻഡ് നെയ്തൽ എക്സ്പീരിയൻസ് റൈസ് ഓഫ് അർബൻ സെറ്റിൽമെന്റ്സ്. നോക്കൂ, ആദ്യത്തെ നഗരങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ സൗത്ത് ഇന്ത്യയില് ഈ കടൽ തീരത്തിനടുത്തോ അല്ലെങ്കിൽ മരുതം എന്ന് പറയുന്ന കൃഷിസ്ഥലങ്ങൾക്കടുത്തോ ഉള്ളതാണ് മനുഷ്യന്റെ നഗരങ്ങളുടെ കേന്ദ്രീകരണം ആദ്യമായിട്ടുണ്ടായത്. അങ്ങനെയൊക്കെയാണ്. നെയ്തൽ കെയിം ഇൻ ടു പ്രോമിനൻസ് ഇൻ ഫസ്റ്റ് സെഞ്ചുറി CE. അതായത് ക്രിസ്തുവർഷം അഥവാ കോമൺ എറയിലെ ആദ്യ നൂറ്റാണ്ടിലാണ് നെയ്തല് എന്ന് പറയുന്ന ആ കരഭൂമിക്ക് വലിയ പ്രാധാന്യം വരുന്നത്. വിത്ത് റൈസ് ഓഫ് മാരിടൈം ട്രേഡ് ഇൻ കോസ്റ്റൽ റീജിയൻ. സൗത്ത് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ തമിഴ്നാട്, കേരള ഈ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഐന്തണയുടെ ഭാഗമായിരുന്നു നമ്മളൊക്കെ. കുട്ടനാട് പ്രദേശമൊക്കെ മരുതമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കുട്ടനാട് എറണാകുളത്തിന്റെ കുറെ ഭാഗങ്ങളും. മരുതം എന്ന് പറഞ്ഞാൽ ചെടി നിറഞ്ഞ തോടും പുഴയും കായലും ഒക്കെയുള്ള നെൽകൃഷിക്ക് പറ്റിയ സ്ഥലങ്ങളാണ്. ഇന്നും നമുക്കറിയാം നെൽകൃഷിക്ക് മേൽക്കൈയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കുട്ടനാട് പ്രദേശങ്ങൾ. കേരളത്തിന്റെ നെല്ലറകളെന്ന് നമ്മൾ രണ്ട് സ്ഥലങ്ങളെയാ പറയാറുള്ളത്, കുട്ടനാടും പാലക്കാടും. ഇനി പ്രിഡോമിനന്റ് ഫീച്ചർ ഓഫ് സംഘം ഏജ് വാസ്. സംഘ കാലഘട്ടത്തെ കുറിച്ച് പറയാതെ, തമിഴകത്തെ കുറിച്ച് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഈ സംഘ കാലഘട്ടത്തിന്റെ മുഖ്യമായ സവിശേഷത എന്തായിരുന്നു എന്നറിയാമോ? മാരിടൈം ട്രേഡ് വിച്ച് ഗേവ് ഇംപറ്റസ് ടു അർബൻ ഗ്രോത്ത്. നഗരത്തിന്റെ പുരോഗതിക്ക് സഹായിച്ച സമുദ്ര ഗതാഗതം എന്ന് പറയുന്ന, സമുദ്ര വ്യാപാരം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഹയർ ഡിഗ്രി ഓഫ് അർബനൈസേഷൻ വാസ് നോട്ടീസബിൾ ഇൻ നെയ്തൽ. ഇതുകൊണ്ട് എന്തുണ്ടായി? നെയ്തൽ എന്ന് പറയുന്ന സമുദ്ര തീരത്തിനടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഉയർന്ന തോതിലുള്ള നഗരവൽക്കരണം രൂപപ്പെട്ടു. കേരളത്തിലാണെങ്കിലും കൊടുങ്ങല്ലൂര് അന്നത്തെ ഏറ്റവും വലിയ ഒരു തുറമുഖമായിരുന്നു അല്ലെ. അപ്പോ അതിന് മുസിരിസ് എന്നാണ് പറഞ്ഞിരുന്നത്. വലിയ പട്ടണം അവിടെ ഉണ്ടായിരുന്നു. പട്ടണം എന്ന് തന്നെയാണ് സ്ഥലത്തിന്റെയും പേര്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നെയ്തല്, മരുതം എന്നിവിടങ്ങളിലാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നഗരങ്ങൾ ഉണ്ടായത്. ദസ് അങ്ങനെ സോഷ്യൽ സ്ട്രക്ചർ ഇൻ തമിഴകം ഇൻ സംഘം ഇറ വാസ് ഇമ്പാക്റ്റഡ് ബൈ ഇറ്റ്സ് ഫിസിക്കൽ സറൗണ്ടിങ്സ്. അതായത് തമിഴകത്തിലെ സോഷ്യൽ സ്ട്രക്ചർ അതിന്റെ ഫിസിക്കൽ സറൗണ്ടിങ്സിനാൽ, ഭൗതിക സാഹചര്യങ്ങളാൽ പ്രത്യാഘാതപ്പെട്ട് അതിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്. വിത്ത് ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തോടെ വി ഫൈൻഡ് റൂളേഴ്സ് ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ ഡിഫോറസ്റ്റേഷൻ. വനനശീകരണത്തിലെ ഭരണാധികാരികൾ തന്നെ താല്പര്യം കാണിക്കുന്നത് കൊണ്ട് ഫോർ ഇൻക്രീസിംഗ് സ്റ്റേറ്റ് റവന്യൂ. എന്തിനാണ്? ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ആൻഡ് ബ്രോഡനിങ് ഇറ്റ്സ് പവർ ബേസ്. ഗവൺമെന്റിന്റെ അധികാര കുത്തക വിശാലമാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് ഇത് കാണുന്നത് കരിങ്കാല ചോളൻ എന്ന് പറയുന്ന തമിഴ് രാജാവിന്റെ കഥയാണ്, തമിഴ് ചക്രവർത്തിയാണ്. ഇദ്ദേഹം വെണ്ണിക്കുളം യുദ്ധത്തില് ചേര രാജാവിനെ തോൽപ്പിക്കുന്നുണ്ട്. ഇനി ഫോർ ഇൻസ്റ്റൻസ് ഇൻ സെക്കൻഡ് സെഞ്ചുറി സി കരികാല ചോള ക്ലിയർഡ് ഫോറസ്റ്റ് ഫോർ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്സ്. കൃഷിക്ക് വേണ്ടിയിട്ട്, കൃഷിഭൂമിക്ക് വേണ്ടിയിട്ട് കരികാല ചോളന് ഒരുപാട് വനം വെട്ടിത്തെളിച്ചായിട്ട് 2-ാം നൂറ്റാണ്ടില് വെട്ടിത്തെളിച്ചായിട്ട് പറയപ്പെടുന്നുണ്ട്. ഹി ഓൾസോ പ്രൊവൈഡഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ബൈ ഹാർനസിംഗ് വാട്ടേഴ്സ് ഓഫ് കാവേരി. കാവേരി നദിയിലെ വെള്ളത്തെ കരിങ്കല്ലുകളുടെ ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം അണക്കെട്ടുണ്ടാക്കിയിട്ട് ജലസേചന സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഹെൻസ് സ്റ്റേറ്റ് മാനേജ്ഡ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഓൾസോ എക്സ്പാൻഡഡ് ഇറ്റ്സ് ബ്യൂറോക്രസി ഫോർ ദർ മാനേജ്മെന്റ് ടു എക്സർട്ട് ഇറ്റ്സ് കൺട്രോൾ ആൻഡ് എക്സ്റ്റെൻഡ് ഇറ്റ് ഇൻഫ്ലുവൻസ്. അതായത് ഗവൺമെന്റ് ആണ് പ്രകൃതി വിഭവങ്ങൾ അന്നത്തെ കാലത്ത് കൈകാര്യം ചെയ്തതും ഭരണവർഗവും ഉദ്യോഗസ്ഥന്മാരുമാണ് അതിനെ നിയന്ത്രിക്കാനുള്ള വഴികൾ തേടിയത് എന്നും 5 തിണകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അതായത് കുറിഞ്ചി, മുല്ലായി, മരുതം, നെയ്തല്, പാലൈ എന്നിങ്ങനെ 5 തിണകളാണ് ഉണ്ടായിരുന്നത്. കുറിഞ്ചി മലനിരകളാണ്, മലയും കാടുമുള്ള പ്രദേശമാണ്. അവരുടെ ദൈവം എന്ന് പറയുന്നത് മുരുകനാണ്. ഹണ്ടിങ്ങും ഹണി കളക്ഷനുമാണ് അവിടുത്തെ ആൾക്കാരുടെ തൊഴിൽ, ഒക്കുപേഷൻ. നായാട്ടും തേൻ ശേഖരണവും. മുല്ല എന്ന് പറയുന്ന പുൽപ്രദേശമാണ്, കന്നുകാലി മേച്ചിലാണ് അവരുടെ തൊഴില്. ഗ്രാസ് ലാൻഡാണ് അവിടുത്തെ ജിയോഗ്രഫിക്കൽ പ്രത്യേകത, ഭൂമിശാസ്ത്ര പ്രത്യേകത. മേയോൻ എന്ന് പറയുന്ന ഒരു ദൈവമാണ് അവരുടെക്കുള്ളത്. പാസ്റ്ററലിസവും ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനുമാണ് അവർ പിന്തുടർന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ മേച്ചിൽ നടത്തലും പിന്നെ മാറി മാറിയുള്ള കൃഷി ചെയ്യലും.
ഇനി മരുതം എന്ന് പറയുന്നത് നമുക്കറിയാം, ചെടി നിറഞ്ഞ കുട്ടനാട് പോലുള്ള അഗ്രികൾച്ചറൽ ലാൻഡാണ്. ഇന്ദ്രനാണ് അവരുടെ ദൈവം. കാരണം കൃഷിക്കാരുടെ ദൈവം മഴ പെയ്യണം, മഴയുടെ ദേവൻ ഇന്ദ്രനാണ്. അതുകൊണ്ട് ഇന്ദ്രനാണ് മരുതത്തിലെ ആളുകളുടെ ദേവൻ. അഗ്രികൾച്ചറാണ് അവരുടെ തൊഴില്. നെയ്തൽ എന്ന് പറയുന്ന മീൻപിടുത്തക്കാരുടെ ഒരു പ്രദേശമാണ്, കോസ്റ്റൽ റീജിയൻ ആണ്. വരുണനാണ് സമുദ്രദേവൻ എന്ന് പറയുന്നത്. ഫിഷിങ് അതുപോലെ തന്നെ സാൾട്ട് മേക്കിംഗ് ഒക്കെയാണ് അവരുടെ തൊഴില്. പാലയില